2025 മാർച്ച് 1 മുതൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. നമ്മൾ വാഹനങ്ങളുടെ RC ബുക്ക് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇനി പോസ്റ്റ് വഴി വരത്തില്ല. നമുക്ക് ഡിജിറ്റലായിട്ട് എടുത്ത് വയ്ക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഡിജിറ്റലായിട്ട് എടുത്ത് അതിനെ ഒന്ന് ലാമിനേറ്റ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഡിജിറ്റലായി നമുക്ക് RC ബുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്ന് ഈ വീഡിയോ പറയുന്നത്. നമുക്ക് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ വഴി എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാം. ഞാൻ ആദ്യം ലാപ്ടോപ്പ് വഴി ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഈ വിൻഡോ ഒന്ന് വലുതായി കൊടുക്കാം. അതിനുശേഷം താഴെ സെർച്ച് ബട്ടണിൽ നമുക്കിവിടെ എം പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യാം. എം പരിവാഹൻ. നമുക്കപ്പോൾ അടുത്തൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ ആദ്യം ഏറ്റവും മുകളിൽ എം പരിവാഹൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിൽ പോയി രണ്ടാമത് കാണുന്ന മുകളിൽ രണ്ടാമത് കാണുന്ന ഓൺലൈൻ സർവീസസ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് തന്നെ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടുത്തൊരു വിൻഡോ വരും. ഇവിടെ സെലക്ട് സ്റ്റേറ്റ് നെയിമിൽ നമുക്കിവിടെ കേരള സെലക്ട് ചെയ്ത് കൊടുക്കാം. കേരള തമിഴ്നാടെല്ലാം നമുക്ക് കേരള സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തൊരു വിൻഡോ വരും. അവിടെ ഏറ്റവും മുകളിൽ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. അവിടെ ഞാൻ ഒരിക്കൽ നോക്കിയായിരുന്നു. രജിസ്ട്രേഷൻ നമ്പർ അടിച്ച് താഴത്തെ ആ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ടിക്ക് ഓൺ ചെയ്ത് പ്രൊസീഡ് കൊടുക്കുമ്പോൾ അടുത്തൊരു പേജിലേക്ക് പോവും. ആ വരുന്ന പേജ് ജസ്റ്റ് ഒന്ന് വീണ്ടും പ്രൊസീഡ് തന്നെ കൊടുത്താൽ മതി. ഇതാണ് കാണുന്ന പേജിൽ പ്രൊസീഡ് തന്നെ വീണ്ടും കൊടുത്ത് അടുത്തൊരു പേജിലേക്ക് നമുക്ക് കടന്നു പോവാം. ഇവിടെ ഈ കാണുന്നതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഡൗൺലോഡ് ഡോക്യുമെന്റ്സ് കൊടുക്കുക. അവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാം പ്രിന്റ് രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തൊരു പേജ് ഓപ്പൺ ആയി വരും. നമുക്ക് ഈ പേജിൽ കാണാൻ കഴിയുന്നത് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്, ചേസ് നമ്പർ ഉണ്ട്. ചേസ് നമ്പർ ലാസ്റ്റത്തെ ചേസ് നമ്പർ 5 അടിച്ചു കൊടുക്കും. അപ്പം ഞാൻ വെഹിക്കിൾ നമ്പർ അടിച്ചിട്ടുണ്ട്, ചേസ് നമ്പർ അടിച്ചിട്ടുണ്ട്. ഇപ്പം അവിടെ നേരെ അടുത്ത പേജിലേക്ക് വേൾഡ് ഡേറ്റ് ഇൻഫർമേഷൻ എന്നുള്ള പേജിലേക്ക് പോകാൻ വേണ്ടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെ ഒരു ബോക്സ് വരും. നമുക്ക് ആ ബോക്സും ടിക്ക് ഓൺ ചെയ്തതിനു ശേഷം വീണ്ടും അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പേജ് വരും. അവിടെ നമുക്ക് ജനറേറ്റ് OTP ഉണ്ട്. നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP പോവും. OTP കൊടുത്തതിന് ശേഷം ഈ ഒരു കാണിക്കുന്ന വിൻഡോ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. OTP ഹാസ് ബീൻ സെൻഡ് അത് എഴുതി കാണിക്കുക. ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ നമുക്ക് മൊബൈലിൽ വരുന്ന OTP നമുക്ക് അടിച്ചു കൊടുക്കാം. OTP അടിച്ചു കഴിഞ്ഞ് നേരെ ഷോ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അറിയാൻ കഴിയും. നമ്മുടെ RC ബുക്ക് നമ്മൾ വീടുകളിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയി വരുന്ന പോസ്റ്റ് വരുന്ന RC ബുക്ക് കൂടെ കാണാൻ കഴിയും. നമുക്ക് ഇനി ഇതാണ് നമ്മുടെ ഒറിജിനൽ RC ബുക്ക്. നമുക്കിനി പ്രിന്റ് ചെയ്തും സേവ് ആക്കിയില്ല നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി തൊട്ട് നമ്മൾ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രിന്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി പ്രിന്റ് ചെയ്താൽ നമുക്ക് പ്രിന്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അവിടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. 2 പേജിലായിട്ട് നമുക്ക് സാധനം വരും. മോഡൽ ഫ്രണ്ട് പേജ്, തൊട്ട് താഴെ ബാക്ക് പേജായിട്ട് കാണാൻ കഴിയും. ഇവിടെ നമുക്കിനി ഇതിനെ സേവ് ആക്കി കൂടി വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സേവ് ആക്കാൻ വേറൊന്നും വേണ്ട. നമ്മൾ RCയുടെ ഫോട്ടോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് കൊടുത്താൽ മതി. നമുക്കപ്പോൾ എവിടെയാണ് സേവ് ആക്കുക ഉള്ളതെന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും. ഡെസ്ക്ടോപ്പിൽ എവിടെയാണ് നമുക്ക് റീനെയിം കൊടുത്ത് അവിടെ സേവ് ആക്കി ഇടാം. ഇത്ര എളുപ്പമുള്ള കാര്യമാണ്. നമുക്ക് ഇപ്പോൾ കാർ RC ബുക്ക് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെ സേവ് കൊടുത്തു, ബുക്ക് സേവ് ആയിട്ടുണ്ട്. ഇത്ര എളുപ്പമുള്ള കാര്യം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ വാഹന വിശേഷങ്ങൾക്ക് നമ്മൾ വാഹനങ്ങളുടെ ഇൻഷുറൻസ് എടുക്കുന്നതിനും സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുന്നതിനും തന്നെ ഈ ചെക്കർ പോകുന്ന പേജ് കൂടി ഫോളോ ചെയ്ത് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.